ഗുഡ് മോർണിംഗ് കേരള. ഇന്ന് നവംബർ 10. നവകേരള സർവേ പൊതുഫണ്ട് ദൂർത്തെന്ന് വി.ഡി. സതീശൻ. സംസ്ഥാന സർക്കാർ നടത്തുന്ന നവകേരള സർവേ രാഷ്ട്രീയ പ്രചാരണത്തിനുള്ള മറയാണെന്നും പൊതുഫണ്ട് ദുരുപയോഗം ചെയ്യുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. കൂടാതെ അട്ടപ്പാടിയിൽ ചികിത്സ ലഭിക്കാതെ ആളുകൾ മരിക്കുന്നതടക്കമുള്ള ആരോഗ്യ മേഖലയിലെ ഗുരുതരമായ വീഴ്ചകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആരോഗ്യവകുപ്പിന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി ഉടൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അന്തർ സംസ്ഥാന ആഡംബര ബസ്സുകൾ ഇന്നു മുതൽ സർവീസ് നിർത്തും. കേരളത്തിൽ നിന്ന് അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലേക്കുള്ള അന്തർ സംസ്ഥാന ആഡംബര സ്ലീപ്പർ ബസ് സർവീസുകൾ നിർത്തലാക്കുന്നു. തിങ്കളാഴ്ച വൈകുന്നേരം 6 മണി മുതൽ സർവീസ് നിർത്തിവെക്കുമെന്ന് ലക്ഷറി ബസ് ഓണേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. കേന്ദ്ര നിയമങ്ങൾ പാലിച്ച് ഓടുന്ന കേരള രജിസ്ട്രേഷൻ വാഹനങ്ങൾക്ക് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് അന്യായമായ പിഴയും നികുതിയും ചുമത്തുന്നതിൽ പ്രതിഷേധിച്ചാണ് ഈ അനിശ്ചിതകാല സമരം. തെക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് വടക്കുകിഴക്കൻ മൺസൂൺ സജീവമായ സാഹചര്യത്തിൽ തെക്കൻ കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഈ മേഖലകളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം. നിക്ഷേപം ആകർഷിക്കാൻ KSUM ചെക്ക്മേറ്റ് പ്ലാറ്റ്ഫോം തുടങ്ങി. സംസ്ഥാനത്തെ സ്റ്റാർട്ടപ്പുകളിലേക്ക് നിക്ഷേപം ആകർഷിക്കുന്നതിനായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പുതിയ സംരംഭത്തിന് തുടക്കമിട്ടു. ചെക്ക്മേറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ക്യൂറേറ്റ് പ്ലാറ്റ്ഫോം നിക്ഷേപകരെയും NRIകളെയും മുൻകൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ട സ്റ്റാർട്ടപ്പുകളുമായി ബന്ധിപ്പിക്കും. 2025 കോവളത്ത് നടക്കുന്ന ഹഡിൽ ഗ്ലോബൽ ടെക് ഫെസ്റ്റിവലിന് മുന്നോടിയായാണ് ഈ പദ്ധതി. ഡീപ് ടെക്, ഹെൽത്ത് ടെക്, അഗ്രിടെക് തുടങ്ങിയ നൂതന മേഖലകളിലെ സ്റ്റാർട്ടപ്പുകൾക്ക് ഇത് സഹായകമാകും. സ്കൂൾ ഗാന വിവാദം. മതേതര മൂല്യങ്ങൾ ഉറപ്പാക്കണം. വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് സരസ്വതി വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ RSSുമായി ബന്ധമുള്ള ഗാനം ആലപിച്ച സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു. സ്കൂൾ പ്രവർത്തനങ്ങൾ മതേതര മൂല്യങ്ങൾ പ്രതിഫലിക്കുന്നതാകണമെന്ന് മന്ത്രി കർശനമായി നിർദ്ദേശിച്ചു. ഐക്യം പ്രോത്സാഹിപ്പിക്കുന്ന ഗാനമാണ് ആലപിച്ചതെന്ന സ്കൂൾ അധികൃതരുടെ വിശദീകരണം തള്ളിക്കൊണ്ടാണ് നടപടി. ഡൽഹിയിൽ ശ്വാസം മുട്ടി ജനത. ഇന്ത്യ ഗേറ്റിൽ വൻ പ്രതിഷേധം. കുട്ടികളും രക്ഷിതാക്കളും തെരുവിൽ. തലസ്ഥാന നഗരിയിലെ അതീവ ഗുരുതരമായ വായു മലിനീകരണത്തിൽ പ്രതിഷേധിച്ച് ന്യൂഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത വൻ പ്രതിഷേധം നടന്നു. ശുദ്ധവായു ആവശ്യപ്പെട്ടുകൊണ്ട് മാതാപിതാക്കളും സ്കൂൾ വിദ്യാർത്ഥികളും പരിസ്ഥിതി പ്രവർത്തകരുമാണ് തെരുവിലിറങ്ങിയത്. മലിനീകരണം നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തരവും ഫലപ്രദവുമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. പ്രതിഷേധത്തിനിടെ റോഡ് ഉപരോധിക്കാൻ ശ്രമിച്ച ഏതാനും പ്രകടനക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സമാധാനപരമായി പ്രതിഷേധിച്ച പൗരന്മാരോടുള്ള സർക്കാരിന്റെ ഈ സമീപനം അംഗീകരിക്കാനാവില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുത്ത നടപടിയെ അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുകയും ഉടൻ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. വാർത്ത തുടരും. സൈനിങ് ഓഫ്.